ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഉഷ ഓൺ പോപ്പുലർ ഡിമാൻഡ് ആൾക്കാർ പറഞ്ഞ് ഉഷ് ചേച്ചിനെ കൊണ്ടുവരും, ഉഷ് ചേച്ചിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഉഷ് ചേച്ചിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചോദ്യങ്ങളിലൂടെ ഇങ്ങനെയുള്ള ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്ത്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യങ്ങൾ അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയിലിയർ, അതായത് പരാജയം, തോൽവി. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയിലിയർ ഇൻ ഗ്രോത്ത് ആൻഡ് റെസിലിയൻസ്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച, റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് പൂർവ്വ ഷേപ്പിലേക്ക് വരിക എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അടി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാനുള്ള നമ്മളുടെ കഴിവിനെയും നമ്മളുടെ വളർച്ചയും ഒക്കെ തോൽവി, പരാജയം എന്നുള്ളത് എങ്ങനെ തോന്നുന്നത്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇത് റെക്കോർഡ് ചെയ്യുന്നത് 31-ാം തീയതി ആണെങ്കിലും പബ്ലിഷ് ചെയ്യുന്നത് ന്യൂ ഇയറിൻ്റെ അന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഈ വർഷം ഫെയിലിയറുകൾ? ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. ഫെയിലിയറേ ഇല്ല. കാരണം നമ്മൾ ഫെയിലിയർ ആയിട്ട് നോക്കണോ അതോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കണോ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഒരാളും ഒരിക്കലും ജീവിതത്തിൽ ഫെയിൽ ആയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ പുരോഗമിക്കുന്നില്ല. പിന്നെ ഒരേ കാര്യം ചെയ്തിട്ട് നമ്മൾ എപ്പോഴും വിജയിക്കണം എന്നുമില്ല. സോ മാറ്റങ്ങൾ വേണം. അതിപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലായാലും ശരി അല്ലേ. ചില പ്രാവശ്യം നമ്മൾ നോക്കും റിലേഷൻഷിപ്സ് സക്സസ്ഫുൾ ആകുന്നില്ല. ഒരു സമയം നമുക്ക് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ഈഗോ പ്രശ്നം കാണും, സമ്മതിക്കാൻ. നമ്മൾ പറയും അവർ ശരിയല്ലായിരുന്നു, അങ്ങനെ പറഞ്ഞു പോകും. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കും ബാക്കിയെല്ലാം നേടാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ തോന്നും എന്തെങ്കിലും മാറ്റം ചെയ്യണം, ആ രീതിയിൽ. സോ എൻ്റെ ഇതിൽ ഞാൻ നോക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പോൾ പ്രോജക്റ്റിലാണെങ്കിലും ഒരു മാറ്റം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ മറ്റവരുടെ ഷൂസിലാണെങ്കിൽ ആ സമയത്ത് എൻ്റെ മാനേജർ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ആ രീതിയായിരിക്കും ഞാൻ എൻ്റെ ഡയറക്റ്റ് റിപ്പോർട്ട്സിനെ ഞാൻ രീതിയിലെടുക്കുന്നത്. എന്ന് പറയുമ്പോൾ എംപത്തി, അവരുടെ ചില ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ഉള്ള മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മളല്ലേ. അപ്പോൾ എനിക്ക് ഫെയിലിയർ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ആസ് ഐ സെഡ്, ഞാൻ ഫെയിലിയർ ആയിട്ട് ഞാൻ കാണാറില്ല ഒരു സാധനത്തിനും. ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വരുന്ന ഇത് നോക്കുമ്പോൾ കാനഡയിൽ മൂവായിട്ട് ഞാൻ ജോലിക്ക് നോക്കുന്നു. എത്രയോ റിജക്ഷൻ ലെറ്റർ വന്നു. ഇപ്പോഴും എൻ്റെ എന്താ പറയുന്നത്, ആമസോണിൽ ലേ ഓഫായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടി. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും അപ്ലൈ ചെയ്യുന്നു, എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുന്നു, റിജക്ഷനാണ് കിട്ടുന്നത്. അതും ഇമ്മീഡിയറ്റ്, ലൈക്ക് നമുക്കൊരു ഇമെയിൽ വരും, താങ്ക് യു ഫോർ ബ്ലാ ബ്ലാ. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തെ ഉള്ളിൽ നമുക്കൊരു റിജക്ഷനും വരും. സോ കുറേ ഇതാകുമ്പോൾ എനിക്കത് ഫെയിലിയർ ആയിട്ടല്ല തോന്നിയത്. ഞാനപ്പോൾ ചിന്തിക്കും, ഞാൻ എന്താണ് മാറ്റേണ്ടത് എൻ്റെ റെസ്യൂമിയിൽ, ഓർ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഇറ്റ് നീഡ്സ് ടു പിക്ക് ഇറ്റ് അപ്പ് അല്ലേ. നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യും അതിനെപ്പറ്റി എന്താണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത്, എന്താ പറയുന്നത്, ഇപ്പോൾ ഒക്കെ എന്ന് പറയുമ്പോൾ AI വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ വാക്കുകൾ അതുപോലെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റെസ്യൂമിയിൽ ജോബ് റിക്വയർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ പറയുന്ന രീതിയിൽ നമ്മൾ ചിലതൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ജോബ് ഡിസ്ക്രിപ്ഷൻ മാറിയില്ല, കാരണം നമ്മൾ ചെയ്തതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഒരിക്കൽ AI തന്നെ ഇൻ്റർവ്യൂ ചെയ്തു എന്നെ, റൈറ്റ്, എവറിത്തിങ് വാസ് ഓട്ടോമാറ്റിക്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റങ്ങളും. അപ്പോൾ ഞാൻ ഫെയിലിയർ ആയിട്ട് തന്നെ നോക്കാറില്ല ദാറ്റ് ഇറ്റ് ഈസ് എ ഫെയിലിയർ. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് സംതിങ് ഹാസ് ടു ബി ചേഞ്ച്. ഇപ്പോൾ ഒരു കണ്ണട വെക്കുകയാണെങ്കിലും നമ്മൾ അത് ശരിക്കും 2 ചെവിയുടെ അവിടെ വെച്ചില്ലെങ്കിൽ നമുക്കൊരു either this will be like this or this will be like this or our vision will not be clear. So it's always an adjustment. So failure ഞാൻ കാണാറില്ല. ഫെയിലിയർ അത് ഈ എബ്രഹാം ലിങ്കനെ പറ്റി പറയും. അതായത് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞതല്ല, പക്ഷേ ഇബ്രാഹിം ലിങ്കണിൻ്റെ കഥ പറയുന്ന സമയത്ത് അവർ പറയും
ഫെയിലിയർ ഈസ് എൻ ഈവൻറ്റ്, നോട്ട് എ പേഴ്സൺ. നമ്മൾ ഈ തോറ്റു എന്ന് പറയുന്നതും നമ്മളൊരു തോൽവിയാണ് എന്ന് പറയുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എബ്രഹാം ലിങ്കനെ പറ്റിയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 60 വയസ്സിലൊക്കെയാണ് പ്രസിഡൻ്റ് ആവുന്നത്. ഇപ്പം അതിനെക്കാട്ടും പ്രായമായിട്ടും ആൾക്കാർ പ്രസിഡൻ്റ് ആവുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അന്നത്തെ കാര്യത്തിൽ അയാൾക്ക് ചെറുപ്പത്തിൽ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്, അയാൾ തോറ്റിട്ടുണ്ട്, അയാൾക്ക് പല 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഫൈനലി അതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ഇതായി. അപ്പോൾ സോ യു ഹാവ് എ സ്ട്രിങ് ഓഫ് ഫെയിലിയേഴ്സ്. അത് പിന്നെ ഒരു ലേണിംഗ് ഇതായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. പിന്നെ അതേപോലെ ഫെയിൽ ചെയ്യാത്ത ആൾക്കാർ, ഇതുവരെ തോൽക്കാത്ത ആൾക്കാർ ജീവിതത്തിലൊന്നും ട്രൈ ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ശ്രമിച്ചാൽ മാത്രമല്ലേ നമ്മളതിൽ ഫെയിൽ ചെയ്യുകയോ സക്സീഡ് ചെയ്യുകയോ ചെയ്യുള്ളൂ. പിന്നെ ഓഫീസിൽ മറ്റൊരാളുടെ ഷൂസ്, ഞാൻ ചെരുപ്പിട്ടിട്ട് പോകുന്നൊരു മനുഷ്യനായതുകൊണ്ട് മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നിട്ട് ചിന്തിക്കാനുള്ള നമുക്ക് ഇതില്ല. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് എന്താ? വളർച്ച ഈസ് ഓൾവേസ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു നല്ല രൂപത്തിൽ നമ്മളങ്ങ് കയറിപ്പോവാണ്, റൈറ്റ്? ഇപ്പോൾ ചിലർ, ഐ എം അഗെയിൻ ഗോയിങ് ബാക്ക് ടു കരിയർ എന്ന് പറയുമ്പോൾ ചിലർക്കൊരു കരിയർ പാത്ത് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര വർഷത്തിൽ ഞാൻ ഇതാകണം, അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണം. അങ്ങനെ ചിലർ ആ രീതിയിൽ അവരുടെ കരിയർ പാത്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ നടക്കണം എന്നില്ല, റൈറ്റ്? കാരണം നമ്മുടെ കയ്യിൽ എല്ലാ എക്വിപ്മെൻറ്റ്സ് ടൂൾസൊക്കെ വരാൻ വേണ്ടിയെങ്കിൽ നമ്മൾ അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് വേണം. ജോലിയുടെ ആണെങ്കിലും ഇപ്പോൾ ചിലർക്കൊണ്ട് എല്ലാം ചെയ്തു, ഞാൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തു, ഇനി എനിക്ക് ആൾക്കാരെ നോക്കണം, പീപ്പിൾ മാനേജ്മെൻറ്റ് വേണം, അതിനെന്താ ചെയ്യുക, റൈറ്റ്? അതിനും നമ്മൾ ഒരു ടീമിലെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, നമുക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ആ രീതിയൊക്കെ പഠിച്ച് വരേണ്ടി വരും. സോ യു ആഡ് സ്കിൽസ് ടു യുവർ സെൽഫ് ടു ഗ്രോ, റൈറ്റ്? ഇപ്പോൾ ഒരു സർട്ടൻ, പക്ഷേ ആ ഗ്രോ എന്താണ് അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കരിയറിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും അത്. കാരണം കരിയറിൽ ഇപ്പോൾ നമ്മളിപ്പം ടൈറ്റിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ, സോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണുള്ളത്? റെസ്പോൺസിബിലിറ്റി, ടൈറ്റിൽ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ പൈസ, റൈറ്റ്? ഇപ്പോൾ നമുക്ക് എക്സ് എമൗണ്ടാണ് ഇപ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രോത്താണ്. പക്ഷേ അവിടെയും എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ഉഷ പറഞ്ഞ മാതിരി ഇപ്പോൾ ഉഷയ്ക്ക് ഈ വർഷമാണ് ഉഷയ്ക്ക് ലേ ഓഫ് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷമാണ് എനിക്ക് ലേ ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് മഹാമോശമാണ്. മാർക്കറ്റ് മഹാമോശമായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തിട്ടാണ്. കാരണം അപ്പം നമ്മൾ അപ്ലൈ ചെയ്യും വരില്ല. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഞങ്ങളെ മോൾക്ക് ജോലി നഷ്ടപ്പെട്ടത്. അവൾക്ക് 1 വർഷം എടുത്തു അടുത്ത ജോലിയിലേക്ക് ഇതാക്കാൻ. അപ്പോൾ അതിൽ ആ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഐ തിങ്ക് ഒരു ഫെയിലിയറും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം അതാണ്. കാരണം തോൽവികൾ ഉണ്ടാവുന്നില്ല അവരുടെ ജീവിതത്തിൽ. അവർ സ്കൂളിലുള്ള തോൽവിയല്ല, പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിൻ്റെ അല്ല, അല്ലാത്ത തോൽവികളൊന്നും ജീവിതത്തിലെല്ലാം വളരെ ഈസി ആയിട്ട് വരുമ്പം പിന്നെ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോളേജിൽ പോകുമ്പം തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ധാരാളം കേസസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ തോൽവി എന്നുള്ള സംഭവം പഠിപ്പിക്കാൻ പറ്റുമോ? ആസ് എ ഹൗ ഡു യു ടീച്ച് ഫെയിലിയർ ടു ദ കിഡ്സ് സോ ദാറ്റ് വെൻ ദേ ഗ്രോ, വെൻ ദേ ഗെറ്റ് ഇൻ ടു ദ റിയൽ വേൾഡ്, എങ്ങനെയാണ് അവർക്ക് ആദ്യത്തെ അടി കിട്ടുമ്പോൾ തന്നെ എണീക്കാൻ പറ്റാണ്ട് അവിടെ വീണു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, സാധാരണ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൂട്ടു എബ്രഹാം ലിങ്കൻ്റെ എക്സാമ്പിൾ കൊടുത്തു, അതുപോലെ നമുക്ക് എക്സാമ്പിൾ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിലായി. അങ്ങനെ കുറേ സിനിമകളുണ്ട്, റൈറ്റ്? ദർ ആർ സ്റ്റോറീസ് ഫ്രം ദ സൊസൈറ്റി വരുന്നത്. നമ്മളത് പറയുമ്പോഴാണ് കുട്ടികൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇത് ബോധം വരുന്നത്, ഓ ഞാൻ മാത്രമല്ല ജീവിതത്തിൽ തോറ്റത്, എനിക്ക് മാത്രമല്ല അടി പറ്റിയതെന്ന് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരണം കുട്ടികളുടെ ഇതിൽ. കാരണം എന്താ പറയുന്നത്, ഓ എനിക്കിങ്ങനെ പറ്റി, എൻ്റെ ഫ്രണ്ട്സിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺ ആവുകയാണ്, അങ്ങ് ഡിപ്രസ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അതിൽ നിന്ന് എണിച്ച് വരാനുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും എഫേർട്ടാണ് എന്ന് പറയുമ്പോൾ പാരൻസും ഒക്കെ. കാരണം സ്വന്തമായിട്ട് നമ്മൾ അങ്ങനെ തോന്നൽ വരണം, അല്ല ശരിയായിട്ടില്ല, അത് ഞാൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് പോവില്ല, എനിക്ക് ഇതിനേക്കാൾ ഇതിൽ നിന്ന് ഉയരണം,
അങ്ങനെ ബൗൺസ് ബാക്ക് ആയി വരണം എന്നുള്ള ചിന്ത നമുക്ക് വരണം. അത് വരാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് കുട്ടികളോടാണെങ്കിലും നമ്മൾ കഥകൾ പറയണം. തോറ്റ് ജയിച്ച ആൾക്കാരുടെ കഥ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് വിൽ ഗിവ് ദം എൻകറേജ്മെൻറ്റ്. ഒരു ഇൻസ്പിറേഷൻ വേണം ജീവിതത്തിൽ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഡിപ്രസ് ആകാൻ ഒരു മുറിയിൽ അടച്ചിരുന്ന് അവരുടെ ആ ഡിവൈസ് ആ ഗെയിം വേൾഡിൽ അങ്ങ് പറയില്ല ഹൈഡായിട്ട് അവിടെ ഇരുന്നാൽ ഐ തിങ്ക് ദേ ക്യാൻ സർവൈവ് ഫോർ സർട്ടൺ ടൈം പീരിയഡ്. ബട്ട് നോക്കുന്നവർക്കാണ് അത് ബുദ്ധിമുട്ട്. നമ്മുടെ പാരൻസ് ആണെങ്കിലും അയ്യോ നമ്മുടെ കുട്ടിയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വരും. സോ ഐ ഫീൽ വി ഹാവ് ടു ഷെയർ സ്റ്റോറീസ്. അത് ഈ ഫെയിലിയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാവുക. നമ്മൾ തോൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കും നമ്മൾ ജയിക്കുമ്പോൾ അതൊരു ഗ്രൂപ്പായിട്ടും ആവുന്നൊരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ആൾക്കാരെങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ജയിക്കുമ്പോൾ നമ്മൾ ആ ജയം ആഘോഷിക്കും. ആൾക്കാരെ അടുത്ത് എല്ലാവരെയും വിളിച്ച് നമ്മൾ ജയിച്ചു, അവരും പിന്നെ എല്ലാവരുടെയും ജയമാണെന്ന്. നമ്മൾ തോറ്റു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് വലിയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര പേരുടെ അടുത്ത് പോയിട്ട് നമ്മൾ തോറ്റു എന്നുള്ള സംഭവം പറയാൻ പറ്റും. അതിപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെയാണ് പ്രോബബ്ലി ഡീപ്പ് റിലേഷൻഷിപ്സ് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് തുറന്ന് നമ്മളുടെ ഫെയിലിയർ പറയാൻ പറ്റണം. അങ്ങനെ ഫെയിലിയർ പറയാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ കോൺവെർസേഷൻ വരും. മറ്റേത് നമ്മൾ ഓക്കെ തോറ്റു, അപ്പം തോൽക്കാനുള്ള കാരണം അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ 2-3 ആൾക്കാർ ഇതേ സ്ഥാനത്തിൽ തന്നെ വിജയിച്ച് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ പ്രശ്നം കൊണ്ടാണെന്നുള്ളതാണ്. നമ്മൾ പ്രശ്നം കൊണ്ട് തോൽക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് ഒരാൾ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് പരീക്ഷയ്ക്ക് തോൽക്കുന്ന ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണ്, കോളേജ് പഠിക്കുകയാണ്, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു, അതിപ്പോൾ വേറെ ഒന്നുമില്ല, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം നമ്മൾ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നേരെ വിപരീതം നമ്മളിപ്പം ഒരു IAS വേണ്ടിയിട്ട് UPSC അങ്ങനത്തെ മറ്റെന്താ പറയുക ആ പരീക്ഷ IAS വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ജയിച്ചോ തോറ്റോ എന്നുള്ളത് ഒരു ഇൻ കമ്പാരിസണാണ്. റാങ്ക് കിട്ടുമോ അല്ലെങ്കിൽ IAS കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. മറ്റേ നമ്മൾ പരീക്ഷ പോകുമ്പോൾ അതിനൊരു പാസ് മാർക്കുണ്ട്. ആ പാസ് മാർക്കിൻ്റെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്നുള്ളത് നമ്മളുടെ ഒരു വിഷയമേ അല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ചില കാര്യങ്ങളിൽ ഫെയിലിയേഴ്സ് നമ്മൾ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാൻ മതി. ഇപ്പോൾ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് വോട്ട് ഓടിട്ട് ദാറ്റ്സ് വെരി ഈസി ടു സേ കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല ഫെയിലിയറുമായിട്ട് ഞങ്ങൾ ജീവിതത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ആ ഫെയിലിയറിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പം ഞങ്ങൾക്ക് എന്ത് പറയുമ്പോഴും അതിനെ എന്താ പറയുക, അതിന് ഞങ്ങളിപ്പോൾ ഒരു പൊസിഷൻ ഓഫ് നോ ഫെയിലിയർ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഉഷാൻ്റെ ജോലി പോയ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നേരെ കയറുമ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല എങ്ങനെ ഇതാക്കാന്നുള്ളത്. ഞാൻ ജോലി പോയപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാറില്ല വീഡിയോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നമുക്ക് പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് വിളിച്ചറിയുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ സ്ട്രക്ചേർഡാണ്. പക്ഷേ ദ പോയിന്റ് ഈസ് എപ്പോഴാണ് നമുക്ക് തോന്നുക നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ആ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ വിചാരിക്കില്ല നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ള എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് ശരിയാവാത്തൊരു കാര്യം ഞാൻ വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തോറ്റുകൊണ്ടിരിക്കാൻ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം ഇത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ളത്. ഞാൻ ബിസിനസ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. എന്നിട്ട് അവസാനം മനസ്സിലാക്കി എന്നെ കൊണ്ട് ഇതാവില്ല എന്നുള്ളത്, നടക്കില്ല, നിന്നെക്കൊണ്ട് നെഹിം. അങ്ങനെ നിന്നെക്കൊണ്ട് നെഹിം എന്നുള്ളത് മനസ്സിലാവും കുറേ സമയം എടുത്തു. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്തു കൊടുക്കുന്നില്ലേ? എന്നിട്ട് വേണം ഇത്രയും തോറ്റേ പോരാഞ്ഞിട്ടാണ്. പക്ഷെ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും വി ലേൺ സംതിങ് ഓഫ് ദാറ്റ്. അതിപ്പോൾ ഉഷ ആദ്യം പറഞ്ഞ മാതിരി എന്താ ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ. എങ്ങനെയാണ് ഒരു ഫെയിലിയറിന് ഒരു സാധ്യത ഉണ്ടാവുന്നത്? അല്ല, നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ സക്സസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്താണ് കുറവ് വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, അത് നമ്മൾ വാട്ട് വെന്റ് റോങ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് നോക്കും. ചില സമയത്ത് ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ എന്താണ് നമ്മുടെ ജോലി,
ജോലിയിൽ ഞാൻ എക്സാമ്പിൾ തരാമെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇല്ലേ, അതിലെന്താണ് ഇതായത് നമ്മൾ എന്താ പറയുക പറഞ്ഞ സമയത്തിന് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യണം, നമ്മൾ റിലീസാക്കി. പക്ഷെ നോക്കുമ്പോൾ ബഗ്സ് ഉണ്ട്. എന്താ ബഗ്സ്? ലാസ്റ്റ് ടൈം റിലീസ് ചെയ്തപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ എന്താ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. എന്തായിരുന്നു നമ്മളുടെ ഈ റിലീസിൽ വ്യത്യാസം, റൈറ്റ്? വാട്ട് വെൻറ്റ് റൈറ്റ്, വാട്ട് വാസ് റൈറ്റ്, വാട്ട് വെൻറ്റ് വെൽ ആൻഡ് വാട്ട് ഡിഡ് ഇറ്റ്. അങ്ങനെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്നത് പിയർ റിവ്യൂ നടന്നില്ലായിരുന്നു കോഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ചിലർ ഈ കോഡ് എഴുതുന്ന ആൾ ലീവിലായിപ്പോയി, അതുകൊണ്ട് വേറെ ഒരാൾ ചെയ്തു, എന്നിട്ട് അതിനെ ആരും റിവ്യൂ ചെയ്തില്ല, റിലീസ് ചെയ്തു, റൈറ്റ്? സോ മെനി അങ്ങനെ കുറേ ഇത് കാണും. പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്തിട്ട് ഇപ്പം നന്നായി സക്സസ് ആയെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ബെറ്റർ വേ ടു ഡു ഇറ്റ്. സക്സസ് ആണെങ്കിലും ഹൗ ബെറ്റർ ഐ ക്യാൻ ഡു ഇറ്റ്, ഹൗ ഐ ക്യാൻ സേവ് ടൈം, അങ്ങനത്തെ ചില ഇത് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയെങ്കിൽ ഇനി നോക്കണ്ട, ഇനി എല്ലാം ഓക്കെ ആണെന്ന് അതും വിചാരിക്കരുത്. നോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് വെൻ യു ഹാവ് ഫെയിൽഡ്, ബട്ട് ഓൾസോ വെൻ യു ഹാവ് സക്സസ്ഫുൾ, ട്രൈ ടു അസസ് വാട്ട് യു ഡിഡ് ഗുഡ്, വാട്ട് യു ക്യാൻ ഡു ബെറ്റർ. അത് ഫെയിലിയറിൽ നമ്മൾ വാട്ട് വെൻറ്റ് റോങ് എന്നുള്ള മനസ്സിലാക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് തിങ്സ്. ഇതൊക്കെയാണ് ശരിയാവാതെ വന്നത്. ചില സാധനങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചില സാധനങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. അതിനിപ്പം 50 പ്രാവശ്യം ചെയ്താലും ഈ പ്രശ്നം ഇങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം നമ്മളുടെ കൺട്രോളിലായിരിക്കില്ല പലതും. എനിക്ക് നമ്മളുടെ കൺട്രോളിലുള്ള മാത്രമേ നമുക്ക് ജീവിതത്തിലാണെങ്കിലും വേറെ എന്തെങ്കിലും നമ്മളുടെ കൺട്രോളിലുള്ള മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ബാക്കി സ്ഥലത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യും. എൻ്റെ രീതിയിൽ എൻ്റെ അനാലിസിസിൽ ഇതാണ് വന്നത് എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കാണും, ചിലപ്പോൾ ഇല്ലായിരിക്കും. എന്നാലും നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ബട്ട് വാട്ട് യു ക്യാൻ ചേഞ്ച് ഇസ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വന്തമായുള്ള കാര്യങ്ങളിൽ നമുക്ക് ആ മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഒരു ട്രയൽ പീരീഡ് വയ്ക്കാം നമുക്ക്. ലൈക്ക് ഓക്കെ ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, അതിലും ഫെയിൽ ആണെങ്കിൽ എന്നാൽ മറ്റേ രീതിയിൽ നോക്കട്ടെ. അങ്ങനെ ഒരു അസസ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ പലരുടെയും ജോലി പോയി. US ടെക്നിക്കൽ കമ്പനീസാണ് മെയിൻലി, ടെക് ഇൻഡസ്ട്രിയിൽ കുറേ ലേ ഓഫായി. ഇപ്പോൾ എന്താ പറയുന്നത് ആൾക്കാരൊക്കെ ജോലി നോക്കുവാണ്. അതുകൂടാതെ ഇപ്പോൾ ജനുവരി മുതൽ ആൾക്കാർക്ക് 5 ദിവസം ഓഫീസിൽ പോകണം. അത് വെച്ചിട്ട് ചിലർ ജോലി വിടുന്നുണ്ട്. അവർക്ക് അത് 5 ദിവസം ഓഫീസിൽ പോകാൻ പറ്റും. ഭയങ്കര നമ്മളൊരു സുഹൃത്തിന് പറഞ്ഞ് മുപ്പര് ഒരു ദിവസം വന്ന മുപ്പരാണ് ആകെ ഡിപ്രഷൻ. എന്താണെന്ന് ചോദിച്ചാൽ 3 ദിവസം ഓഫീസിൽ പോയിട്ട് വന്നെന്നുള്ളത്. അതായത് കോവിഡിന് മുമ്പേ 5 ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് പോയത് ചങ്ങായിയാ. ഇപ്പോൾ 3 ദിവസം പോയപ്പോൾ ആകെ ഡിപ്രഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ പറയുന്നത് ജോലി ഈ പറയല്ലേ ജോലി ചിലപ്പോൾ 10 എണ്ണം കാണും, പക്ഷെ 100 പേരുടെ ആപ്ലിക്കേഷനാണ് അതിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ഡിഫിക്കൽട്ടി ഉണ്ട്. അതിന് ഈ 100 പേരിൽ ഈ 10 ജോലിക്ക് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര നല്ലപോലെ റെസ്യൂമി എഴുതി സബ്മിറ്റ് ചെയ്യണം, അവരുടെ കയ്യിൽ അത് വെട്ടണം, എന്നിട്ട് അവർ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കണം. ദാറ്റ്സ് എ ലോങ് പ്രോസസ്സ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? യു മേക്ക് ഡിഫറെൻറ്റ് റെസ്യൂമീസ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് നമുക്ക് വരുന്നത് ആ രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ചേഞ്ചസ് ചെയ്യണം, മാറ്റം കൊണ്ടുവരണം. അതാണ് ഈ ഫെയിലിയർ എന്ന് പറയുമ്പം ഉഷയ്ക്ക് ജോലീൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നോക്കണേ ജീവിതത്തിനെ പറ്റിയാണ്. ജോലിയിൽ ഇപ്പോൾ ഫെയിലായാലും കാര്യമൊന്നുമില്ല. ഒരു ജോലി ഫെയിലായി വേറൊരു ജോലി സംഭവമൊന്നുമില്ല. ഞാൻ ജീവിതം ജോലി ഒരുപോലാണ്. സോ ഐ ഡോണ്ട് സെപ്പറേറ്റ് ദം. ഐ ഡോണ്ട് നോ. ഇത് ജോലിയും എനിക്കും ഒരുപോലെയാണ്, പക്ഷെ ഒരുപോലെയല്ല ഞാൻ കാണുന്നത്. കാരണം ജീവിതത്തിൽ ഈ സൈമൺ സിനക്കിൻ്റെ ഇൻഫൈനൈറ്റ് ഗെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഫൈനൈറ്റ് ഗെയിമിൽ മാത്രമേ നമ്മൾ വിജയിക്കും പരാജയപ്പെടുകയും ചെയ്യുള്ളൂ. എന്താ ഫൈനൈറ്റ് ഗെയിം? ഫൈനൈറ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജർ ആവണം, നമുക്ക് CEO ആവണം, നമുക്കൊരു കമ്പനി തുടങ്ങണം, പബ്ലിക് ആക്കണം. ഇതൊക്കെ ഫൈനൈറ്റ് ഗെയിംസാണ്. അതേമാതിരി ഫൈനൈറ്റ് ഗെയിമാണ് നമുക്ക് വിവാഹം കഴിക്കണം, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവണം, അത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ദത്തെടുത്തോ അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം. നിങ്ങൾ ഫൈനൈറ്റ് ഗെയിംസാണ്. നമ്മൾ ഒരു അമ്മ, ഒരു അച്ഛൻ എന്നൊക്കെയുള്ള ഈ ഗെയിമിൽ നമ്മൾ വിജയിച്ചോ തോറ്റോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് പറയുക? വലിയ ബുദ്ധിമുട്ടാണ്. അയാളെക്കാട്ടും കൂടുതൽ ഇയാൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരു മകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ കരിയർ, ഉദ്യോഗം, കരിയറിൽ വിജയിച്ചില്ല എന്നുള്ളത്
ജീവിതത്തിൽ വിജയിച്ചില്ല എന്നിങ്ങനെ. ഇത് ഇൻഫൈനൈറ്റ് ഗെയിമിൽ വിജയവും പരാജയവും ഇല്ല. നമ്മളെപ്പോഴും ഫൈനൈറ്റ് ഗെയിംസിലാണ് വിജയവും പരാജയവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഫൈനൈറ്റ് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഗെയിമിൽ തോറ്റു. നമ്മൾ ഒരു തോൽവിയുള്ള ഗെയിമിലാണ് നമ്മൾ ഒരിക്കലും ജയവും തോൽവി ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ ഒരാൾ ഫെയിലായി എന്നുള്ളത് തോന്നില്ല. സോ ഹൗ ഇസ് ഇറ്റ് ജീവിതത്തിനെ ഒരു ഫൈനൈറ്റ് ഗെയിം എന്ന് മാറ്റിയിട്ട് ജീവിതം ഫൈനൈറ്റ് ആണ്, നമ്മൾ മരിച്ചു പോകുന്നുണ്ട്, ദാറ്റ്സ് ട്രൂ. ബട്ട് എന്നുണ്ടെങ്കിലും ഒരു ഫൈനൈറ്റ് ഗെയിമിൽ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് നോ വൺ കെയർസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ജീവിച്ചിട്ട് കുറേ കാലം നമ്മൾ ജീവിച്ചു, എത്ര വയസ്സാണെങ്കിൽ 70, 80, 90, 100 എത്ര വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും മൈൻഡ് ആക്കൂല ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത്. ഒരു പരാജയത്തോട് കൂടിയിട്ട് നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരാജയത്തിന് വലിയ വാല്യൂ ഒന്നുമില്ല. നമ്മൾ മരിച്ചു, നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ. അപ്പം എല്ലാ പരാജയവും ജയവും ഒക്കെ നമ്മൾ കമ്പാരിസണിലാണ് നമ്മളിത് ഉണ്ടാവുന്നത്. നമുക്കൊരു വിജയം വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ വിജയിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്യണം, നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നാൻ അത് കമ്പയർ ചെയ്യണം, അല്ലേ? കാരണം ഇപ്പം വേറെ ഒരു പോസ്റ്റിന് വേണ്ടി 2 ആൾ കൂടിയിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് ഒരാൾക്ക് കിട്ടി, വേറെ കിട്ടിയില്ലെന്ന്, ഒരാൾ പരാജയപ്പെട്ടു, ഒരാൾ ജയിച്ചു. വേറെ ഇപ്പം അതേമാതിരി തന്നെ വേറെ എന്ത് കാര്യത്തിലായാലും ഒരു കമ്പാരിസണിലാണ്. നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് എഴുതി, ഇന്ന സാധനമാണ് എനിക്ക് വേണ്ടത്, ആ സാധനം അച്ചീവ് ചെയ്തില്ലെങ്കിൽ പരാജയപ്പെട്ടു, അച്ചീവ് ചെയ്താൽ വിജയിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കമ്പാരിസണിൽ മാത്രമേ വിജയവും പരാജയമുള്ളൂ. പക്ഷേ ഇൻ റിയാലിറ്റി ഇൻ ലൈഫ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, some things don't have any failure and success. ഒരു മനുഷ്യൻ ജനിച്ചു, മരിക്കണ വരെ ജീവിച്ചു, അതന്നെ വലിയൊരു വിജയമാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു വിട്ട് എനിക്കങ്ങനെ ഫെയിലിയർ സക്സസ് അങ്ങനെയല്ല ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ജീവിക്കുന്നു, എനിക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ഞാൻ ആ രൂപത്തിൽ ആ രീതിയിൽ ഞാൻ ജീവിക്കുന്നു. ആസ് ലോങ് ആസ് ഞാൻ വേറെ ഒരാളെ ഉപദ്രവിക്കാതെ ഞാൻ ജീവിക്കുന്നു, റൈറ്റ്? ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ഓഫ് ലിവിങ്. ആരെയും ഉപദ്രവിക്കണ്ട. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കല്യാണത്തിൽ എനിക്ക് തോന്നി എന്താ പറയുന്നത്, വി ആർ നോട്ട് ഹാപ്പി, സോ ഐ ടുക്ക് എ ഡിസിഷൻ, ഉപദ്രവം വേറൊരാളെ വട്ടെവർ, റൈറ്റ്? അവിടെയും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ മാർഗം നോക്കി പോകും. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് പറയുമ്പോൾ ഞാൻ എന്താ നോക്കുന്നതെന്ന് പറയുമ്പോൾ സക്സസ് ഓഫ് ഫെയിലിയർ വെച്ചിട്ടല്ല നോക്കുക. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലേ? പറ്റുമോ? ഇല്ല, ട്രൈ ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ നമുക്കത് അത്രയ്ക്ക് ഇഷ്ടമാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അങ്ങനെ പഠിച്ച ഒരാളുടെ അടുത്ത് പോയി നമ്മൾ സജഷൻ ചോദിക്കും. അങ്ങനെ ഉപദ്രവിക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഞങ്ങളങ്ങനെ ഉപദ്രവം ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മളിതൊക്കെ പഠിച്ചിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ഉപദ്രവിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുകയാണ്. വേദന പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്കൾപ്ചർ ഉണ്ടാക്കുക, റൈറ്റ്? നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അറിയുന്നില്ല. സോ ഹൗ ടു ഡു അതൊക്കെ നമ്മൾ ചിലതൊക്കെ ട്രൈ ചെയ്യുന്നു ആ രീതിയിൽ ഈ രീതിയിലൊക്കെ. പക്ഷെ അവിടെ തന്നെ ശ്രദ്ധിച്ചോ, ഈ ഉപദ്രവമാണ് ഈ പെയിന്റിങ് അല്ലെങ്കിൽ സ്കൾപ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനൊന്നുമല്ല, ഇങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും കരാട്ടെയൊക്കെ പഠിക്കണമെങ്കിലും നമ്മൾ പോയി പഠിക്കണ്ടായോ, റൈറ്റ്? ഇഷ്ടമുണ്ടോ ഇല്ലയോ നമ്മൾ പിന്നാണ് അറിയുന്നത്. ചില സമയത്ത് പകുതി ക്ലാസ്സിലായിരിക്കും നമുക്ക് തോന്നുന്നത് കരാട്ടെ ഒന്നും എനിക്ക് പറ്റുന്നതല്ല എന്ന് പറയും. പകുതി ക്ലാസ്സിലായിരിക്കും, ഞാൻ ക്ലാസ്സിൽ പകുതി ഉറക്കത്തിലായിരിക്കും. അങ്ങനെയാകാം. സോ അതിനെ ഇപ്പോഴാണ് നമ്മൾ സക്സസ് ഓർ ഫെയിലിയർ പറയുന്നത്. യു കനോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൻ്റെ രീതിയിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് കേട്ടു നേരത്തെ, അപ്പോഴും എനിക്ക് തോന്നി ദർ ഈസ് നത്തിങ് ആസ് ഫെയിലിയർ ഓർ സക്സസ് ഫോർ പാരൻസ് ടു ബി. കാരണം ഇപ്പോൾ ഒരു കുട്ടി, ഒരു ഫാമിലിയിൽ ഒരു 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഡോക്ടറായി, മറ്റേ കുട്ടി എഞ്ചിനീയറായി, റൈറ്റ്? വേറൊരു ഫാമിലിയിൽ ഒരു കുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി, മറ്റേത് പാടാൻ പോയി, റൈറ്റ്? ഐ ഫീൽ ദേ ബോത്ത് ആർ ഹാപ്പി, ദാറ്റ് ഈസ് എ സക്സസ്. ഒരു പാരൻസിനെ നോക്കുമ്പോൾ അവരിതെല്ലാം നോക്കേണ്ടി എൻ്റെ മകൻ ഓർ മകള് ഡോക്ടറായോ എഞ്ചിനീയറായോ ലോയറായോ എന്ന്, അല്ലാതെ അവർ ഹാപ്പിയാണോ, റൈറ്റ്? ദാറ്റ് ഈസ് വൺ. രണ്ടാമത്തേന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ടോ, അവർ
നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫും ആ സ്റ്റെബിലിറ്റി വെച്ച് പോകുന്നുണ്ടോ? ദാറ്റ്സ് ഓൾ ഇറ്റ് മാറ്റേഴ്സ് അബൌട്ട് സക്സസ് ആൻഡ് ഫെയിലിയർ. എനിക്ക് ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ പാടാൻ പോകുന്നോ ഡാൻസ് കളിക്കുന്നോ അതൊന്നും ഒരു വിഷയമല്ല. അതായത് കുട്ടികൾ എന്തായാലും അതിൻ്റെ വിജയവും പരാജയവും ഒന്നും പേരൻസിനല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം തന്നെ കുട്ടികളുടെ ജീവിതത്തിൽ അവരെന്തും ആവാം, എന്തൊക്കെ ചെയ്തിട്ടും വലിയ കാര്യമില്ല, ഗുണപ്പെടുക്കാണ്ട പോകും ചിലപ്പോൾ. കാരണം സാഹചര്യം അങ്ങനെയാണ്. ചിലപ്പം ചില സമയത്ത് എല്ലാ സമയത്തൊന്നും അച്ഛനമ്മമാരുടെ അതായത് നമ്മൾ കൃത്യമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ വെച്ച് പുറത്തുനിന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് എത്ര നമ്മളിവിടെ കേസസ് കാണുന്നുണ്ട് സൂയിസൈഡ് ചെയ്യുന്നതും പ്രായമായിട്ട് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരെ തന്നെ സ്ട്രെസ് കാരണവും അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാരണം. അതൊക്കെ ഉണ്ട്. അതൊന്നും ആരുടെയും അവരുടെ അച്ഛനമ്മമാരുടെ വിജയവും പരാജയവും ഒന്നും അല്ലത്. കാരണം ജീവിതം നമ്മളെയൊക്കെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ഇൻഡിവിജ്വലായിട്ട് നമ്മളുടെ ജീവിതത്തിന് പല പല കാരണങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കാനും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരാജയപ്പെടാനും. ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റിൽഡായിട്ട് ചിലപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ് പൈസ നഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് സ്റ്റോക്കുകളിൽ. ഇവിടെയൊക്കെ കഥകൾ ധാരാളമാണ്. അതായത് ഒരു നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടി അതിനു വേണ്ടി സമ്പാദ്യങ്ങളൊക്കെ വെച്ച് അവർ സമ്പാദ്യം കിട്ടി 65 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ഇത് ഇരട്ടിപ്പിച്ചിട്ട് അവർക്കൊരു കാര്യമില്ല. പക്ഷെ ഇവർ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാ പൈസയും നഷ്ടപ്പെട്ട് അവസാനം എത്ര ഹോംലെസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ അച്ഛനമ്മയുടെ പ്രശ്നമാണ് അല്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴെങ്കിലും നമ്മളുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ വിജയവും പരാജയവുമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോളിലല്ല സാധനം. അതേമാതിരി തന്നെ നമ്മളുടെ വിജയവും പരാജയവും അതിന് നമ്മൾ കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കൊടുക്കുക. അവർക്ക് ഗ്രോ ചെയ്യാനും ഒരു 18 വയസ്സ് വരെ 19 വയസ്സ് വരെ എത്ര വെച്ചാൽ അവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻവയൺമെൻറ്റ് അവർക്ക് വേണ്ടി സംഭവം. അത് കഴിഞ്ഞിട്ട് അവരാണ് അവരുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യഥാർത്ഥ വരയെ വരച്ചിട്ട് ഇതിൽ കൂടെ നടത്തിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ല, അതും ശരിയല്ല, അങ്ങനെ ചെയ്യുന്നതും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ വിജയവും പരാജയവും നമ്മളായിട്ട് അന്വേഷിക്കണം. കുട്ടികളുടെ അടുത്ത് നിന്ന് എന്താ പറയുക, കുട്ടികളുടെ കാര്യം നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പരാജയപ്പെടും, നമ്മൾ വിജയിക്കും. ഈ വർഷം എനിക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും. ഉഷയുടെ വലിയൊരു പരാജയം ഞാനാണെന്നാണ് ഉഷ പറഞ്ഞിട്ടുള്ളത്. എന്തോ അതെ. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ നമ്മൾ പിന്നെ പരാജയം എന്തായിരുന്നു? എൻ്റെ പരാജയം എൻ്റെ ഒരു കൊല്ലം ഈ വർഷം ഉണ്ടായ പരാജയം. അത് ചില പരാജയങ്ങളൊന്നും എന്നോടും ലോകത്തിനോടൊന്നും പറയാൻ പറ്റില്ല. അല്ലല്ല, പരാജയങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ ചെയ്തത് ശരിയായില്ല, നമ്മൾ വിചാരിച്ച മാതിരി നടന്നില്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനെയൊക്കെ നേരത്തെ ഉഷ പറഞ്ഞ മാതിരി അത് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും. ചില കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. സോ വി വിൽ ലേൺ ഫ്രം ദാറ്റ്. ആൻഡ് അപ്പം 2025 നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നൊരു പരാജയങ്ങളുടെ ഒരു വർഷമാവട്ടെ. അതേപോലെ തന്നെ വിജയങ്ങളും ഉണ്ടാവട്ടെ. പരാജയങ്ങളില്ലാത്ത ഒരു വർഷമൊന്നും നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിജീവിക്കാൻ കഴിയുന്ന പരാജയങ്ങളാവട്ടെ. തിങ്സ് ദാറ്റ് ആർ ഇൻ യുവർ കൺട്രോൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയട്ടെ. തിങ്സ് ദാറ്റ് ആർ നോട്ട് ഇൻ കൺട്രോൾ, ഡോണ്ട് ഫ്രെറ്റ് ഓവർ ഇറ്റ്. ഒന്നും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്കും, അതായത് 2005 അവസാനമാകുമ്പോഴേക്കും ഞാൻ ഉഷയുടെ പരാജയമല്ലാണ്ട് ഒരു വിജയമായി മാറാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷനോട് കൂടിയിട്ടാണ് ഞാൻ. പരാജയത്തിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ലൈഫിൽ എല്ലാം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പോയിട്ടില്ല എങ്കിൽ അതിനെ നിങ്ങൾ പരാജയമായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ പോകാൻ പിന്നെയും ട്രൈ ചെയ്യുന്നത്. സോ ഐ വിൽ സേ ഓൾവേസ് ബൗൺസ് ബാക്ക്. എന്ത് ചെയ്താലും എങ്ങനെ പോയാലും ബൗൺസ് ബാക്ക് ആൻഡ് ട്രൈ ടു ഫിഗർ ഔട്ട് വെർ യു ആർ പ്ലാനിങ് ടു ഗോ, വാട്ട് യു വാണ്ട് ടു ഡു. യെസ്, ഈ ബൗൺസ് ബാക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ബൗൺസ് ബാക്ക് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് നടന്നുകൊള്ളണമെന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ് ബൗൺസ് ബാക്ക് ചെയ്യാൻ. ചില ആൾക്കാർക്ക് പറ്റും, ചില ആൾക്കാർക്ക് പറ്റില്ല. നമ്മളെല്ലാവരും അത്ര സ്ട്രോങ് ഒന്നുമല്ല ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
എല്ലാ ഈ പന്ത് ഇടണമാതിരി ഒരു പന്ത് ഇടാന്ന് പറഞ്ഞാൽ ഈ പന്ത് നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പന്ത് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പന്തിന് പന്തിന് കാറ്റില്ലെങ്കിൽ ഇത് ബൗൺസ് ആവുന്നില്ല, ഇത് അവിടെ കിടക്കും. അപ്പോൾ ആ സമയത്ത് അതിന് കാറ്റ് നിറയ്ക്കാനോ അതെന്തെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്യാനോ ഒക്കെ തന്നെ ആരെങ്കിലും വേണം. അപ്പം ഡീപ്പ് റിലേഷൻഷിപ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബൗൺസ് ബാക്ക് എന്നുള്ളതാണ്. പരാജയം നമ്മളുടേത് മാത്രവും വിജയം എല്ലാവരുടേതും ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പരാജയപ്പെടുമ്പോഴും നമുക്ക് സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന അവിടെയും നമുക്ക് ട്രൈ ചെയ്യാം. ദാറ്റ്സ് ഓൾസോ ആൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാക്കാം. താങ്ക് യു. ഓൾവേസ് ബൗൺസ് ബാക്ക്.